സൈഫ്, ഇന്നലെ വരെ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന മന്ത്രി അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാതെ ഇന്നലെ രാത്രി വരെ തുടർന്ന പാർട്ടി നേതൃത്വം ഇന്നെങ്ങനെയാണ് മലക്കം മറിഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരു ഒടുക്കം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് ആ പ്രസ്താവന പിൻവലിക്കേണ്ടി വന്നത് മന്ത്രിക്ക്? ഇന്നലെ നയപ്രഖ്യാപനമായിരുന്നു, ഇന്ന് ചരമോപചാരമായിരുന്നു. നിയമസഭ കാര്യമായി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. നാളെ മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും നിർണായകമാണെന്നാണ് മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നാളെ പ്രതിപക്ഷത്തിനടിക്കാനുള്ള വടിയായി ഈ സജി ചെറിയാൻ്റെ പ്രസ്താവന മാറേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുകയായിരുന്നു. പാർട്ടി നേതൃത്വം എടുത്ത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചിച്ച് മുഖ്യമന്ത്രി കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാനോട് പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഇന്ന് രാവിലെ തന്നെ സജി ചെറിയാൻ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായിരുന്നു. അത് വാർത്താ സമ്മേളനം വിളിക്കണമോ പത്രക്കുറിപ്പ് ഇറക്കണമോ എന്ന സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം പത്രക്കുറിപ്പ് ഇറക്കാമെന്ന തീരുമാനമെടുത്ത് ആണ് മുന്നോട്ട് പോയത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി രണ്ട് കാരണങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും, ആ തിരിച്ചടി ഒഴിവാക്കുക. രണ്ട്, നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് ഈ വിഷയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഫ്ലോറിൽ ഉണ്ടാവാതിരിക്കുക. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ആ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം സജി ചെറിയാന് നൽകിയത്. സൈഫുദ്ദീൻ. ശരി സൈഫ്.